ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം എൻ്റെ ഒരു ഹെയർ ഗ്രോത്തിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹെയർ ഉള്ള ഒരാളായിരുന്നു ഞാൻ. ആ ഹെയറിനെ ഞാൻ കൊണ്ടുവന്ന് സ്മൂത്തനിങ് ചെയ്തു. അതിലൂടെ എനിക്ക് എൻ്റെ ഹെയർ ഒരുപാട് നഷ്ടമായി. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് നഷ്ടമായിപ്പോയി. മുടി പൊഴിച്ചിലും അതുപോലെ തന്നെ ഈ സ്കാൽപ്പിന്റെ ഇവിടുന്ന് മുറിഞ്ച് വിട്ടിട്ട് മുടി കട്ട് ചെയ്ത് വിട്ട പോലെ അങ്ങായിപ്പോയി. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് അതൊന്ന് കയറി. അപ്പൊ അത്രയും ഹെയർ എനിക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയാ, മെന്റലി ഭയങ്കരമായിട്ട് തളർന്നു പോയിട്ടോ. കാരണം ഡെയിലി മുടി ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. മുടിയുടെ ആ ഒരു തിക്നെസ് ഒക്കെ പോയിട്ട് മുടി ഒരുമാതിരി ചൂല് പോലെ അങ്ങായി. അപ്പൊ ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് നിൽക്കുന്നതിൽ കാര്യമില്ല. അപ്പൊ ഒന്നും നോക്കിയില്ല, ഇവിടെ വെച്ച് കട്ട് ചെയ്തു കേട്ടോ. കട്ട് ചെയ്തിട്ട് ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മുടിയുടെ ഒരു ഹെയർ ഗ്രോത്ത് ഫീൽ ചെയ്തു. ബേബി ഹെയർസ് ഒക്കെ വന്നു. എസ്പെഷ്യലി എനിക്ക് ഇവിടെ ഒക്കെ ഒരുമാതിരി കഷിന്റെ പോലെ ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ഒട്ടും മുടിയില്ലാതെ മൊത്തം പോയിട്ട് വെളുത്താണ് ഇരുന്നത്. ഇപ്പൊ ഇതാ നോക്ക്, മുടിയൊക്കെ നല്ലതായിട്ട് ബേബി ഹെയർസ് ഒക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്ത് മാസ്ക് ആണ് ഇതിന് വേണ്ടിയിട്ടൊക്കെ കൊടുത്തത്, അല്ലെങ്കിൽ ഈ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് മാസ്ക് ആണ് ചെയ്തതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഒരേ ഒരു ഇൻഗ്രീഡിയന്റ് മതി കേട്ടോ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ വീഡിയോ ഉപകാരമായി എന്ന് തോന്നുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത് ഫ്ലാക്സ് സീഡ് ആണ്, എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഞാനിത് 2 സ്പൂണാണ് എടുക്കുന്നത്. 2 സ്പൂൺ എടുത്തിട്ട് 1 കപ്പ് വെള്ളം ഉപയോഗിച്ചാണ് ഞാനിത് തിളപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇത് നല്ലതായിട്ട് തീ കൂട്ടി വെച്ചിട്ട് നല്ല രീതിയിൽ വെട്ടി തിളപ്പിക്കണം. വെട്ടി തിളപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ഫ്ലെയിമിൽ ഇട്ട് തിളപ്പിക്കുമ്പോഴത്തേക്കിന് വെള്ളം പറ്റിപ്പോവും, നമുക്ക് ജെല്ലി കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തീ കൂട്ടിയും കുറച്ചും എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. എന്നാൽ നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസിയിൽ അതിനെ നമുക്ക് എടുക്കാനും പറ്റും കേട്ടോ. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിലാക്കുക, തിളപ്പിക്കുക, വീണ്ടും ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക, തിളപ്പിക്കുക, അങ്ങനെ വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പൊ ഒരുപാട് നേരിട്ട് കുറുക്കണ്ട കേട്ടോ, കാരണം ഇത് തിക്കായി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പാട് വരും. അപ്പൊ ഇതുപോലത്തെ ഒരു അരിപ്പയിലോട്ട് നമ്മളിത് ഒന്ന് അരിച്ചെടുക്കുക, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു തരിയും എല്ലാം കൂടെ നമ്മൾ ഒന്നിച്ചെടുക്കേണ്ടി വരും. അപ്പൊ അരിച്ചെടുക്കുമ്പോൾ നമുക്ക് ജെല്ല് സെപ്പറേറ്റ് കിട്ടും. ഇതുപോലെ നല്ല രീതിയിൽ കിട്ടും. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പൊ ഇത് നല്ല ചൂടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് കുറച്ച് ചൂടൊക്കെ ഒന്ന് പോയിട്ട്, എന്നാൽ നമുക്ക് കുറച്ച് ചൂട് വേണം കേട്ടോ. നമ്മൾ ഈ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇളം ചൂടിലല്ലേ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ ഇതിന്റെ ഫുള്ള് ചൂട് പോകുന്നതിന് മുമ്പ് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പരുവുണ്ടല്ലോ. ആ സമയത്ത് നമുക്കിത് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും നല്ലപോലെ തേച്ച് കൊടുക്കണം. അപ്പൊ അതിനു മുമ്പ് ഞാൻ എന്റെ ഹെയർ നല്ലപോലെ എണ്ണ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഡാമേജ് വന്ന് എന്റെ ഹെയർ പൊട്ടിപ്പോയി, അങ്ങനെ എനിക്ക് മുടി ഒരുപാട് പൊഴിച്ചിട്ടുണ്ടായിട്ട് ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് ഞാൻ എന്റെ മുടി മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഷോൾഡറിന്റെ അവിടെയും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും റീഗ്രോത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെയർ ആണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ഈ ഒരു മാസ്ക് ആഴ്ചയിൽ 2 തവണ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എനിക്കിത് വളരെ ബെനിഫിറ്റ് തരുന്ന ഒരു മാസ്ക് ആണ്. കാരണം എനിക്ക് ഹെയർ ഒക്കെ ഇതിന്റെ 2 നെറ്റിയുടെ സൈഡിൽ നിന്ന് നല്ല പോലെ പോയിട്ട് കഷന്റെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ എല്ലാം എനിക്ക് ഹെയർ വളരാനായിട്ട് സഹായിച്ച ഒരു അടിപൊളി മാസ്ക് ആണ് കേട്ടോ. അപ്പൊ എന്റെ മുടി ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ കാര്യമായിട്ട് നോക്കണ്ട, കാരണം എന്റെ മുടി മൊത്തം നശിച്ചു പോയിട്ട് വീണ്ടും വളർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനകത്ത് വിഷമമൊന്നുമില്ല കേട്ടോ, കാരണം എനിക്ക് വരുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു സന്തോഷത്തിൽ സമാധാനത്തിലാണ് ഇപ്പൊ ഞാനുള്ളത് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രഷൻ അടിച്ച് ഞാൻ പണ്ടാരടങ്ങിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാലേ, നമ്മുടെ ഹെയർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹെയർ നമ്മളായിട്ട് കൊണ്ട് നശിപ്പിച്ചിട്ട് മൊത്തം പോയി കഴിയുമ്പോൾ നമ്മൾ ഏത് സിറ്റുവേഷനിലൂടെ ആയിരിക്കും പോകുന്നത്. അപ്പൊ ഞാൻ നല്ലപോലെ ഹെയറിൽ എല്ലാം ചെയ്ത് മസാജ് ഒക്കെ ചെയ്തിട്ടാട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഞാനിത് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു ബൗളിനകത്ത്.
അതെന്തിനാന്ന് വെച്ചാൽ എൻ്റെ സ്കിന്നിലും കൂടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അങ്ങനെയും ഞാൻ ചെയ്യും. ഇതെപ്പോഴും എടുക്കുന്ന സമയത്ത് ഞാൻ സ്കിന്നിലും കൂടി ഇട്ട് കൊടുക്കും. നമുക്ക് ഈ ടാനൊക്കെ ഉണ്ടെങ്കിൽ പോവാനൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മുടെ സ്കിന്നൊന്ന് കുറച്ചും കൂടെ ബ്രൈറ്റ് ആവാനൊക്കെ നല്ല ഒരു മാസ്ക് ആണിത്. അപ്പോൾ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒരുപോലെ ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ചിലർ ഇതിലേക്ക് അലോവേറയും അല്ലെങ്കിൽ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളൊക്കെ ആഡ് ചെയ്യും. പക്ഷെ ഞാനൊന്നും ചെയ്യാറില്ല കേട്ടോ. ഇത് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുവാണ് കേട്ടോ. അപ്പം ഞാനിത് വാഷൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എൻ്റെ ഹെയറിൻ്റെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഹെയർ ഗ്രോത്ത് എവിടൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. കാരണം എനിക്ക് ഒരുപാട് മുടി പോയിട്ട് എന്താ പറയുക, ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിരുന്നൊരു സമയമുണ്ട്. അപ്പം അതിനൊക്കെ എനിക്കൊരു സന്തോഷം തന്ന ഒരു മാസ്ക് ആണ് കേട്ടോ ഇത്. കാരണം ഒരാഴ്ച 2ആഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ മുടി കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർസ് വരുന്നത് എനിക്ക് കാണാൻ പറ്റി ഈ ഇത് തേച്ചതിന് ശേഷമാണ് കേട്ടോ. അപ്പം അതുപോലെ തന്നെ ഞാൻ ഇടുന്ന ഓയിലിനകത്ത് റോസ്മേരിയുടെ എസൻഷ്യലും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതും എനിക്ക് നല്ല ബെനിഫിറ്റ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ്. കാരണം അതും ഈ ഒരു മാസ്കും ഒക്കെയാണ് കേട്ടോ ഞാൻ ഡെയിലി അല്ലെങ്കിൽ വീക്കിലി ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വളരെ ഉപകാരപ്രദമായി തോന്നിയ ഒരു മാസ്ക് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും കൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ഞാൻ എന്താ പറയുക, ഒരു 30 മിനിറ്റ് ഞാനിത് തലയിൽ വെക്കും. എന്നിട്ടാണ് കേട്ടോ ഞാൻ വാഷ് ചെയ്ത് കളയുന്നത്. ഇപ്പോഴത്തേക്കും വാഷ് ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളത് കാണിക്കുകയാണ്. അപ്പം നമുക്കിനി ഹെയർ ഒക്കെ ഒന്ന് നോക്കാം. ഹെയർ ഇപ്പം ഞാൻ അറിയാലോ, കുളിച്ചിട്ട് വന്നതുകൊണ്ട് നനഞ്ഞ് ഇങ്ങനെ കുതിർന്നിരിക്കുകയാണ്. അപ്പം ആ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മുടി നല്ല എന്താ പറയുക, നല്ല സ്മൂത്ത് ആയിട്ടിരിക്കും കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ട് നമുക്കിങ്ങനെ കൈയൊക്കെ കയറ്റി ഇങ്ങനെ കോതുന്ന സമയത്ത് നല്ലൊരു എന്താ ഒരു തണുത്ത ഫീൽ കിട്ടും കേട്ടോ നമ്മുടെ ഹെയറിന്. ഇപ്പൊ ഇതേ ഹെയർ ഉണങ്ങിയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ എൻ്റെ ഹെയർ ഗ്രോത്ത് ചെറിയ ചെറിയ ബേബി ഹെയർസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ എനിക്ക് പാച്ചായിട്ട് ഹെയർ പോയിട്ട് ഹെയർ പുതിയത് കിളുത്ത് വന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഞാനിങ്ങനെ പൊക്കി പൊക്കി കാണിക്കുന്നത്. ഈ വകുപ്പെടുക്കുന്ന സ്ഥലത്തൊക്കെ എനിക്ക് ഭയങ്കര ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഹെയർ എല്ലാം പോയിട്ട്. ഇപ്പോൾ ഇതേ അതൊക്കെ നോർമലായിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ ബേബി ഹെയർസ് പിടിച്ച് വലിച്ച് നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ. എനിക്ക് അത്രയും ബെനിഫിറ്റ് കിട്ടിയൊരു മാസ്ക് ആണ് കേട്ടോ. കാരണം മുടി കുറേ ചൂല് പോലെ താഴോട്ട് നീളത്തിൽ കിടന്നിട്ട് കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ മുടി മുഴുവനും കയറ്റി വെട്ടിയത്. എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും കയറ്റി വെട്ടി, എന്നിട്ട് നമുക്ക് വളർത്തിയെടുക്കാമെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ അത് ഹെയർ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ടാണ് കേട്ടോ ഞാൻ ഈ മാസ്ക് ഒക്കെ യൂസ് ചെയ്തത്. എനിക്ക് ഭയങ്കര ബെനിഫിറ്റ് കിട്ടിയെന്നല്ല, എനിക്ക് സന്തോഷം കൊണ്ട് അങ്ങ് പയ്യായിരുന്നു കേട്ടോ. കാരണം അത്രയും നമുക്ക് പോയെന്ന് വിചാരിച്ചതാണല്ലോ തിരിച്ച് കിട്ടിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.